السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. وما محمد إلا رسول صدق الله العلي العظيم. بمدحك أرجو الله يغفر زلتي ولو كنت عبدا طول عمري أذنب. ബഹുമാനാദരവുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ലവരായ ശ്രോതാക്കളെ, പരിശുദ്ധ റബീഉൽ അവ്വലിലെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ 12, റബീഉൽ അവ്വൽ 12 നമ്മിലേക്ക് സമാഗതമാകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ വേണ്ടതുപോലെ സ്നേഹിക്കാനും ആ ഹബീബിനെ സ്നേഹിച്ചത് മുഖേന സ്വർഗം നേടിയെടുക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഖുസൂസിയത്തുകളെ കൊണ്ട്, പ്രത്യേകതകളെ കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട മഹാനാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു വിഷയത്തിലും മറ്റുള്ള ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിനോട് അടുക്കുക പോലുമില്ല. അവിടുത്തെ നാമം പോലും അത്ഭുതകരമായ നാമമാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. ആ മുഹമ്മദ് നബിയല്ല, ഇല്ലാ റസൂൽ, അള്ളാഹുവിന്റെ ദൂതനല്ലാതെയല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിലേക്ക് പ്രസവിക്കപ്പെട്ടപ്പോൾ ആ പിഞ്ചോമന കുഞ്ഞിനെയും കൂട്ടി അബ്ദുൽ മുത്തലിബ് പരിശുദ്ധമായ കഅബത്തിങ്കിലേക്ക് പോകുകയാണ്. വസമ്മാഹു മുഹമ്മദ. ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേര് വെക്കുകയും ചെയ്യുന്നു. ഒരാട് അറുത്ത് അബ്ദുൽ മുത്തലിബ് പ്രിയപ്പെട്ട അബ്ദുള്ളാഹ്ക്ക് ഒരു മോൻ ജനിച്ചു എന്ന കാരണത്താൽ അഖീഖത്ത് അറുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അബ്ദുൽ മുത്തലിബിനോട് ആളുകൾ അന്വേഷിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ എന്താണ് ഇതുവരെ ഇല്ലാത്തൊരു നാമം ഈ കുട്ടിക്ക് ഇടാനുള്ള കാരണം? ഈ കുട്ടിക്ക് ഒരു പ്രത്യേകമായ പേര്, ലോക ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു പേര് വെക്കാനുള്ള കാരണമെന്ത്? മുഹമ്മദ്. ആ കുട്ടിയെ സ്തുതിക്കൽ ഞാൻ ഉദ്ദേശിച്ചു. അല്ലാഹു ഫിസ്സമാ, അല്ലാഹു തആല ആകാശത്തിൽ സ്തുതിച്ചു പറയട്ടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. വബിഹംദിഹി അന്നാസ് ഫിൽ അർളി വയഹ്മിദുഹു അന്നാസു ഫിൽ അർളി. ഭൂമിയിൽ ജനങ്ങൾ ആ കുട്ടിയെ സ്തുതിച്ചു പറയട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വെച്ചത്, മുഹമ്മദ്, സ്തുതിക്കപ്പെട്ടവൻ. ബഹുമാനപ്പെട്ട അബൂ നഈം റളിയല്ലാഹു അൻഹു ഹില്യ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു, ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുകയാണ്, മാഫിൽ ജന്നത്തി ഷജറത്തുൻ. സ്വർഗ്ഗത്തിൽ ഒരു മരമില്ല, അലൈഹാ വറഖത്തുൻ, ആ മരത്തിൽ ഇലയുണ്ട്, അങ്ങനെയുള്ള മരമില്ല, ഇല്ല മക്തൂബുൻ അലൈഹാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓരോ ഇലയിലും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ ഇല്ല. ഓരോ മരത്തിലെയും ഇലകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ നാമം സ്വർഗ്ഗലോകത്ത് അറിയപ്പെട്ട നാമമാണ്.
പ്രവാചകന്മാരിൽ അറിയപ്പെട്ട നാമമാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസ നബി അലൈഹിസ്സലാം വരേക്കുമുള്ള മഹാന്മാരായ പ്രവാചകന്മാർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത നാമമാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ആ നാമത്തെ ആദരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഒരു സംഭവം നോക്കൂ നിങ്ങൾ. ഖാല ജാബിർ ബിൻ അബ്ദുല്ലാഹി, ജാബിർ ബിൻ അബ്ദുല്ല പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കാന നഖ്സു ഖാതമി സുലൈമാൻ ഇബ്നു ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മോതിരത്തിന്റെ ഷീല് ആയിരുന്നു. ആ മോതിരത്തിൽ എഴുതപ്പെട്ടത്, അവിടെ കൊത്തപ്പെട്ടതായിരുന്നു. അവിടത്തെ ആ പേരിനോടുള്ള ബഹുമതി കൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് മോതിരത്തിൽ എഴുതപ്പെട്ടിരുന്നു എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ അറിയിക്കുമ്പോൾ, മുഖാനായ അബീ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നു, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട്, മൻ വലദലഹു മൗലൂദ്, ഒരാൾക്കൊരു സന്താനമുണ്ടായി, ഫസമ്മാഹു മുഹമ്മദ, ആ സന്താനത്തിന് മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ, ഹുബ്ബല്ലി, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, വതബറുകം ബിസ്മി, എന്റെ ഇസ്മ കൊണ്ടുള്ള ബറക്കത്ത് നേടിയതിന്റെ പേരിലും മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ, മുഹമ്മദ് എന്ന് കുട്ടിക്ക് പേര് വെക്കാനുള്ള കാരണം മുത്തു ഹബീബിനോടുള്ള സ്നേഹം, ആ പേരിനോടുള്ള ബറക്കത്ത് ഇത് തേടിച്ചുകൊണ്ട് പേര് വെച്ചാൽ, കാന ഹുവ വ മൗലൂദുഹു, ആ പേര് വെച്ച പിതാവും അവിടുത്തെ മാതാവും, വ മൗലൂദുഹു, ആ കുട്ടിയുമാകും, ഫിൽ ജന്നത്തി, സ്വർഗ്ഗലോകത്താകുമെന്ന മഹാനായ അബീ ഉമാമ റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയുകയാണ്. ഇങ്ങനെ ഒരുപാട് ബഹുമതികൾ, ശ്രേഷ്ഠതകൾ അടങ്ങിയ നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്ക് ഒരുപാട് സ്വപ്നം കാണുന്നവരാണ് മനുഷ്യന്മാര്. പലരും പല നിലക്കുമുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിനെ ഒന്ന് സ്വപ്നം കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും അതിനുവേണ്ടി ദിക്റുകളും സ്വലാത്തുകളും നിർവഹിക്കുന്നവരുമുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ കൂടുതലായി സ്വപ്നം കാണണമെങ്കിൽ മുഹമ്മദ്, അഹമ്മദ് എന്ന രണ്ട് പേരുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ നാമങ്ങളാണ്. മുഹമ്മദ്, അഹമ്മദ്. ഇന്നമൻ കതബഹുമാ ഫീ ബിത്വാഖ വഹമലഹുമാ, മുഹമ്മദ്, അഹമ്മദ് എന്ന പേര് എഴുതുകയും ആ എഴുതിയ വസ്തു അവൻ ചുമക്കുകയും ചെയ്തു. ആ പേരിലേക്ക് അവൻ ഇങ്ങനെ നോക്കുകയാ, ഇടയ്ക്കിടെ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. പേര് കാണുമ്പോഴൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വലാത്ത് ചൊല്ലുകയാണ്. അഹ്മദ് എന്ന പേരിനെയും മുഹമ്മദ് എന്ന പേരിനെയും എഴുതിയിട്ട് ആ എഴുത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ പേരുകൾ ഞാൻ കാണുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വലാത്ത് അധികരിപ്പിച്ചാൽ, കസറത്തു റൂയത്തുഹു ഫിൽ മനാമി അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കാണൽ അധികരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ നാമം അത് ആദരിക്കപ്പെടേണ്ട നാമമാണ്. ആ പേരിനെ ആദരിക്കപ്പെടേണ്ട പേരാണ്. വീട്ടിൽ ആ ഒരു പേരുണ്ടാവൽ വലിയ ബറക്കത്താണ്. നേരത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് ആ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് മുഹമ്മദ് എന്നൊരു പേരുള്ളൊരു കുഞ്ഞൊരു വീട്ടിലുണ്ടായാൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ കുറച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുകയാണ്, യൂഖഫു അബ്ദാനി ബൈന യദൈ അസ്സ വജല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ രണ്ട് അടിമകളെ നിർത്തപ്പെടുകയാണ്. രണ്ട് അടിമകളെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുന്നു. ഫയുഅ്മറു ബിഹിമാ ഇലൽ ജന്ന, അവർ രണ്ടാളോടും സ്വർഗ്ഗത്തിൽ പോവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അവരോട് സ്വർഗ്ഗത്തിൽ പോവാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ
അവർ രണ്ടുപേരും അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, റബ്ബനാ ലിമാ ഇസ്തഹൽനാ അൽ ജന്ന, ഞങ്ങൾക്ക് സ്വർഗത്തിന് ഞങ്ങൾ അഹ്ലിക്കാരാവാൻ, സ്വർഗത്തിന് ഞങ്ങൾ യോഗ്യരാവാൻ എന്താണ് റബ്ബേ കാരണം? സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു അമലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ റബ്ബേ എന്ന് ഈ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി പറഞ്ഞ മനുഷ്യന്മാർ അല്ലാഹുവിനോട് ചോദിക്കും. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, അപ്പോൾ അല്ലാഹു തആല പറയുന്നു, അബ്ദിയ ഉദ്ഖുലൽ ജന്ന, എന്റെ രണ്ട് അടിമകളെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കണം. ഫഇന്നി ആലൈതു അലാ നഫ്സി ലാ യദ്ഖുലുൻ നാർ മൻ ഇസ്മുഹു അഹ്മദ് വലാ മുഹമ്മദ്. അഹ്മദ് എന്ന പേരുള്ളയും മുഹമ്മദ് എന്ന പേരുള്ളയും മനുഷ്യൻ നരകത്തിൽ കടക്കൂല എന്ന് ഞാൻ ഉറപ്പിച്ചു കൽപ്പിച്ച ഒരു കാര്യമാണ്, ഞാൻ സത്യം ചെയ്ത ഒരു കാര്യമാണ്. മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാൾ, അഹ്മദ് എന്ന പേരുള്ള ആൾ ശാശ്വതമായ നിലക്ക് നരകത്തിൽ കടക്കില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി പറയുന്നു. അല്ലാഹു തആല തീരുമാനിച്ച വിഷയമാണ്. ഇങ്ങനെ വളരെ ശ്രദ്ധയുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമം പോലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാമൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാൾക്ക് 3 കുട്ടികളുണ്ടായി. വലം യസമ്മി അഹദൻ മിൻഹും മുഹമ്മദ, മുഹമ്മദ് എന്ന് ഒരാൾക്ക് പോലും പേര് വെച്ചില്ല. 3 മക്കളുണ്ടായിട്ട് മുഹമ്മദ് എന്ന പേരുള്ള ഒരാളും ഇല്ല എങ്കിൽ ഫഖദ് ജഹുല, അവൻ ജാഹിലായിട്ടുണ്ട്, അവൻ വിവരദോഷിയായിട്ടുണ്ട്, വിവരമില്ലാത്തവനായിട്ടുണ്ട്. ഇങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പരിശുദ്ധമായ നാമത്തെ നാം എല്ലാവരും വളരെയധികമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ആ ഹബീബിന്റെ ജന്മദിനം കൊണ്ട് പരിശുദ്ധമായ ഒരു ദിവസത്തിലേക്ക് നാം എല്ലാവരും കടന്നു വരികയാണ്. മഹാനായ റസൂലുള്ള വരെ അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങൾ പറയുകയും അവിടുത്തെ പ്രത്യേകമായ നന്മകൾ ലോകത്തോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അബീ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്ന, റസൂലുള്ളാഹി പറഞ്ഞ, അന സയ്യിദു വൽദി ആദം, ആദം മക്കളുടെ നേതാവാണ് ഞാൻ. യൗമുൽ ഖിയാമത്തി അന്ത്യനാൾ വലാ ഫഖറ, അഭിമാനം പറയുകയല്ല അല്ലാഹു തആല എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ എടുത്തു പറയുകയാണ്. വബിയദിയ ലിവാഉൽ ഹംദി, എന്റെ അടുക്കലാണ് ലിവാഉൽ ഹംദ് എന്ന പതാകയുള്ളത്. ലിവാഉൽ ഹംദ് എന്ന പതാക, കീർത്തന പതാക എന്റെ അടുക്കലാണ്, എന്റെ കയ്യിലാണ്. വലാ ഫഖറ, അഭിമാനം പറയുകയല്ല. വമാ മിൻ നബിയ്യിൻ യൗമൈദിൻ ആദമു ഫമൻ സിവാഹു ഇല്ലാ തഹ്ത ലിവാഇ, ആദം നബിയും മറ്റു പ്രവാചകന്മാരൊക്കെയും ആ കൊടിയുടെ കീഴിലാണ് ഉണ്ടാകുക. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അത്ഭുതകരമായ ഒരു കൊടിയാണ് ആ കൊടി. ആ കൊടിക്ക് കീഴിലാണ് എല്ലാവരും ഉണ്ടാകുക. ആദ്യമായി ഭൂമിയിൽ നിന്ന് പരലോകത്തിലേക്ക് പുറപ്പെടുന്നവനും ഞാൻ തന്നെയാണ്. ഭൂമിയിലെ പരിശുദ്ധമായ ഖബറിനെ ആദ്യമായി തുറക്കപ്പെടുന്നതും റസൂലുള്ളാഹിക്കാണ്. റസൂലുള്ളാഹിക്ക് ശേഷം സിദ്ദീഖുൽ അക്ബർ, ഉമറുൽ ഫാറൂഖും, അത് കഴിഞ്ഞാൽ ജന്നത്തുൽ ബഖീയിലെ മഹാന്മാർ, പിന്നെ ജന്നത്തുൽ മുഹല്ലായിലെ മഹാന്മാർ. അങ്ങനെയാണ് പരലോകത്തിലേക്ക് എഴുന്നള്ളിക്കപ്പെടുന്നത്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സത്യതകൾ ഒരുപാട് അല്ലാഹുവിന്റെ ഹബീബ് തന്നെ നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിയതും പഠിപ്പിച്ചതുമാണ്. ആ മദ്ഹ് കീർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ നാവുകൾ നനയുകയും ഹൃദയങ്ങൾ വെളിച്ചമാകുകയും വീടുകളൊക്കെ ആ പരിശുദ്ധമായ ശബ്ദം കൊണ്ട് ഭംഗിയാവുകയും ചെയ്യണം. ഇന്ന് ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. ലോകത്തൊക്കെ കൊറോണ എന്ന മഹാമാരി വന്ന് അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പഴയ കാലങ്ങളിൽ ഇങ്ങനെയുള്ള വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം, ഉമർ ഖാദിയും ഒക്കെ അവിടെയുള്ള ജനങ്ങളോട് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നത് മുത്തഹബീബിന്റെ മദ്ഹുകൾ ചൊല്ലണം, പാടണം എന്നായിരുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയുള്ള നല്ല മജ്ലിസുകൾ ഒരുക്കാൻ നമ്മോട് കഴിയണം. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുകൾ, ആ പേര് പറഞ്ഞുകൊണ്ട്, ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹ് കീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടുകളെയൊക്കെ ഭംഗിയാക്കണം. എന്താണ് അങ്ങനെയുള്ള മദ്ഹ് കീർത്തനങ്ങളെ കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പറയാൻ സാധ്യമാകും. അല്ലാഹു തആല നമുക്കതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
1495 ജന്മദിന മാസത്തിൽ നമുക്ക് ആ ഹബീബുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നല്ല കാര്യങ്ങളൊക്കെ പഠിച്ച് ഉന്നതി നേടാനും അല്ലാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.